ഹായ് കൂട്ടുകാരെ, യുവ കവയത്രി ശ്രീമതി തസ്ന വീരാൻ്റെ വിശുദ്ധ ഗർഭങ്ങൾ എന്ന കവിതാ സമാഹാരമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. കവയത്രിയെ പരിചയപ്പെടുത്താം. ഞാൻ താമസിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഗ്രാമമായ എടത്തനാട്ടുകരയിലെ മുണ്ടക്കുന്നിൽ കൂമഞ്ചേരി വീരാൻകുട്ടിയുടെയും തോരൻകണ്ടൻ ഹസനത്തിൻ്റെയും 3 മക്കളിൽ 2ാമത്തെ മകളാണ് തസ്ന. മുണ്ടക്കുന്ന് ALP സ്കൂളിൽ 4ാം ക്ലാസ് വരെയും എടത്തനാട്ടുകര ഗവൺമെൻറ് ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വരെയും പഠിച്ചിട്ടുണ്ട്. ഭർത്താവ് അലനല്ലൂർ, പൂച്ചേങ്ങൽ അബ്ദുറഹിമാൻ. 2 കുട്ടികൾ. വിലാസം ഇതാ. ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മാത്രം അടയാളപ്പെടുത്താൻ കഴിയുന്ന ഭൗതിക ലാവണ്യ സവിശേഷതയാണല്ലോ കവിത. അവിടെ ചിന്തകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ശരിതെറ്റുകളെക്കുറിച്ചുള്ള അന്വേഷണമുണ്ട്. കാര്യകാരണ ബന്ധങ്ങളെ സംബന്ധിച്ച പഠനമുണ്ട്. ഭാവനയുടെ വിമാനച്ചിറകുകളും ഉണ്ട്. തസ്നയുടെ കവിതകൾ കെട്ടഴിച്ചു വിട്ട ചിന്തകളുടെ പ്രയാണവീഥികളാണ്. ആ വഴിയരികിൽ കാണപ്പെടുന്ന പൂച്ചെടികളും വൻമരങ്ങളും ചിന്തയുടെ ഹരിത നിറം സ്വീകരിച്ചവയാണ്. തസ്ന മലയാള കവിതയുടെ ഹൃദയത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. തസ്നയ്ക്ക് യാത്രാമംഗളങ്ങൾ ഇങ്ങനെ അർപ്പിച്ചിരിക്കുകയാണ് പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ. ഈ ഒരു പുസ്തകത്തിൽ മഴക്കാലം മുതൽ കനൽ വരെ 33 കവിതകളാണ് എഴുതി വച്ചിട്ടുള്ളത്. ഒരു 1.5 എഴുത്ത്. ഇതിൽ ഗുഡ് മോർണിംഗ് എന്ന കവിത സൗന്ദര്യം നിറഞ്ഞതാണ്. നമ്മോട് ചിലതൊക്കെ ഈ കവിത പറയുന്നത് നമുക്ക് കേൾക്കാം. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ പ്രാഗിയൊരു കട്ടൻ കാപ്പി ചുട്ടുപൊള്ളുന്ന വാക്കുകൾ കൊണ്ട് കട്ടിലിനടുത്ത് പറന്നു വന്നിരിക്കും. കുടിക്കണോ വേണ്ടയോ എന്ന ആശങ്ക. പുതപ്പ് മാറ്റുമ്പോൾ കുടിച്ചേക്ക് എന്ന് രാത്രിയിൽ മയങ്ങിക്കിടന്ന വിശപ്പ് അലാറമടിക്കാതെ എഴുന്നേറ്റിരുന്നു പറയും. വാ കഴുകിയ വെള്ളത്തിൽ ചവിട്ടി എടിയേ തോർത്തുമുണ്ട് എന്നൊരു വാക്കറിയാതെ വഴുതി വീഴും. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വീണുപോയില്ലേ. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം. വരിഞ്ഞു കെട്ടിയ മാക്സിയെ ഒന്നുകൂടെ വലിച്ചു മുറുക്കി പേമ്പറന്നോത്തി 108 പോലെ ചീറിപ്പാഞ്ഞു വരും. ഇടിച്ചു തെറിപ്പിക്കാതിരിക്കാൻ കിണറു പറ്റിയ എന്നെ മറികടന്ന് ദാണ്ട കിടക്കുന്ന കിണറ്റിലേക്കൊരു തോർത്ത്. എന്നാലും ഗുഡ് മോർണിംഗ് എന്ന് എന്നോട് തന്നെ ആശീർവദിച്ച് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന എന്നെ നോക്കി പപ്പാ മുട്ടായി എന്നൊരു കുഞ്ഞിക്കാറ്റ് കളിയാക്കും. ഇന്നും ഷാപ്പിലേക്കല്ലേ എന്നെൻ്റെ സാങ്കല്പിക കൊച്ചിൻ്റെ തള്ളക്കാറ്റ് കൊടുങ്കാറ്റാകുമ്പോൾ ഒരു കുഞ്ഞിക്കാല് സമ്മാനിക്കാൻ കഴിയാത്ത എൻ്റെ സങ്കടം ഞാൻ ഷാപ്പിലെ കുമാരനോടല്ലാതെ ആരോട് പറഞ്ഞു തീർക്കും. ഓളെ സങ്കടങ്ങളെല്ലാം സ്വയം ഇരുട്ടാക്കുന്ന എന്നോടും. കൺമാനില്ല എന്നൊരു കവിതയുണ്ട്. സൗന്ദര്യമുള്ളൊരു കവിത. വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ വായനയ്ക്കു നിവർത്തും. തെറ്റും ശരികളും എൻ്റെ മുന്നിലിരുന്നു മത്സരിക്കും. മധുരവും ഉപ്പും കവിളുകൾക്കായി തർക്കിക്കും. കയ്യും കാലും വേദന വർധനവിനായി കൊടികളേന്തും. കണ്ണും നാക്കും രാജിക്കത്തെഴുതി കാത്തിരിക്കും. പല്ലിൽ കുടുങ്ങിയ വറ്റുമുതൽ എല്ലിൽ തുളഞ്ഞ മുള്ളുവരെ എൻ്റെ എല്ലാം ഉറക്കെ പറയും. മനസ്സും ശരീരവും കഴിഞ്ഞതും കൊഴിഞ്ഞതും എണ്ണി അടിപിടി കൂടുമ്പോൾ എന്നെ തന്നെ എങ്ങോ മറന്നു വെച്ചതാണെന്നാരോ പരദൂഷണം പറയും. ഇതൊക്കെയായിരുന്നു എന്നിലെ ഞാനെന്ന് വെറുതെ ആത്മഗതം ചെയ്യും. എന്നെ കാണാനില്ലെന്നു ഞാൻ പരസ്യം ചെയ്യും. കണ്ടുകിട്ടുന്നവർക്ക് പാരിതോഷികവും. നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? ആരും കാണില്ലെന്നുറപ്പല്ലേ. എനിക്കു വേണ്ടി പരതുന്നെന്ന് തോന്നിപ്പിക്കുന്നവരെ
ഞാൻ മാറി നിന്നന്ന്, ഞാൻ മാറി നിന്നൊന്ന് ഉറക്കെ ചിരിച്ചോട്ടെ. ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് തുടങ്ങും ശുശ്രൂഷകൾ അല്ലേ? അമ്മ, ഭർത്താവ്, കുടുംബം, എല്ലാവരും. എന്തൊരു കരുതലാണല്ലേ. എന്നാൽ തെസ്ന എഴുതിയ വിശുദ്ധ ഗർഭങ്ങൾ വായിക്കുക തന്നെ വേണം. വിശുദ്ധ ഗർഭം തന്നെയാണത്. ആർക്കാണ് ആ ഒരു ഗർഭം? ആരാണ് ആ ഗർഭിണി? ആരൊക്കെയാണ് അവളെ ശുശ്രൂഷിച്ചത്? എന്തൊക്കെ കരുതലാണ് അവൾ എടുക്കുന്നത്? അവളുടെ പ്രസവം എങ്ങനെയാണ്? എല്ലാം ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ കേൾക്കാം വിശുദ്ധ ഗർഭങ്ങൾ. നിറവയറുമായി അവൾ ഇന്നും എത്തി. മത്തിയുടെ മണം ഇഷ്ടമില്ലാത്ത പോലെ ഒരടി മാറി നിന്ന് എന്നോട് കണ്ണിറുക്കി. കുഞ്ഞു വയറിനകത്ത് 3-4 പൂച്ചക്കുട്ടികളുടെ മരങ്കേറിക്കളി കാണാതെ കാണാം. മീൻ മുള്ളിനായി കടിപിടി ഏൽക്കുന്നത് അറിയാം. എന്നും മീൻചട്ടി കടുത്തിരുന്ന് കത്തിവെക്കുന്ന മീനുകളോട് രക്ഷപ്പെടാൻ പിറുപിറുക്കുന്ന അവൾക്ക് ഇന്നും ഉരിയാട്ടമില്ല, ഇമവെട്ടലുമില്ല. ഇക്കിളി കാട്ടി ഇളകുന്ന കുഞ്ഞു വയറ്റിൽ മാസം തികഞ്ഞ വെപ്രാളം മാത്രം. പാവം, അതും ഒരു പെണ്ണല്ലേ. ഗർഭത്തിൻ്റെ ഗർവും താങ്ങി 10 മാസം ആഗ്രഹങ്ങളെ നിരത്തി വെക്കുന്നില്ല. എല്ലൊടിയും വേദനയേകിയ പെറ്റോർമ്മയുമായി മലർക്കെ കിടക്കുന്നുമില്ല. ദൈവസൃഷ്ടിയായ മറ്റൊരു സ്ത്രീരൂപം. 2-ാം ദിവസം അവൾ വീണ്ടും എത്തി. മാതൃത്വത്തിന് അടയാളമായി കുഞ്ഞനമ്മിഞ്ഞകൾ തൂങ്ങിയാടി. ഒട്ടിയൊഴിഞ്ഞ വയറിൽ നൊന്തുപെറ്റതിൻ്റെ നീറ്റൽ കാണാം. ആശുപത്രിയില്ല, ഡോക്ടറില്ല, വെള്ളക്കോട്ടിട്ട മാലാകമാരില്ല. കുഞ്ഞിക്കരച്ചലിന് സാക്ഷിയാകാൻ വന്ന് കെട്ടിയ കാടനുമില്ല. അവൾ മാത്രം അറിഞ്ഞ ഗർഭവും വേദനകളും. പെണ്ണ് പെറ്റതറിഞ്ഞെത്തിയ കാടന്റെ നിഴൽ കാണുമ്പോൾ അവൾ പതിയെ കോഴിക്കൂടിൻ കീഴെ ഒളിക്കും. നിയന്ത്രണങ്ങളും വന്ധീകരണവും ഗർഭഛിദ്രവും അവരുടെ ലോകത്തെ ശാസ്ത്രത്തിന് അറിയില്ലല്ലോ. എന്ത് സുന്ദരമായ എഴുത്ത് അല്ലേ. പല്ലി, കാത്തിരിപ്പ്, കാക്ക, ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് കുഞ്ഞുണ്ണി മാഷിനെ ഓർമ്മ വന്നു. 4 വരിയിൽ ഒരുപാട് ആശയം. വായിക്കാം നമുക്ക്. പല്ലി. വേണ്ടെന്ന് വെച്ച് മുറിച്ചിടുന്നതല്ല, ജീവിക്കണമെന്ന് തോന്നുമ്പോൾ അറുത്തു മാറ്റുന്നതാണ് ഒരറ്റം. പല്ലിയുടെ പറച്ചിലാണത്. ഒരുപാടർത്ഥമുള്ള വാചകങ്ങൾ. കാത്തിരിപ്പ്. കാത്തിരിക്കാമെന്ന ഒറ്റ വാക്കിനാൽ കാട് പിടിച്ചതാണ് എൻ്റെ ചിന്തകൾ. ദിക്കറിയാതെ വേരു തേടി അലഞ്ഞതാണ് എൻ്റെ ഹൃദയവും. തുറന്നു പറച്ചിലാണത്. കാക്ക. സ്മൃതിയുടെ തീരങ്ങളിൽ സ്മരണയുടെ കൈകൾ കൊട്ടുമ്പോൾ വ്യതകൾ പെറുക്കാനെത്തും ആട്ടിപ്പായിച്ച ഒരു പറ്റം കാക്കകൾ. മറ്റു കവിതാ സമാഹാരങ്ങളിൽ നിന്നൊക്കെ വേറിട്ട കുറച്ച് കവിതകളായാണ് തസ്നിയുടെ കവിതകളെ എനിക്ക് തോന്നിയത്. ഇനിയും അവൾ ഒരുപാട് ഉയരട്ടെ, ഉന്നതങ്ങളിൽ എത്തിച്ചേരട്ടെ. അവൾ എൻ്റെ സുഹൃത്താണ്. അവളുടെ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന ദിവസം എൻ്റെ പ്രാർത്ഥനയോടുകൂടിയാണ് പ്രകാശനം നടന്നത്. വളരെ സന്തോഷം തോന്നി. വളരെ നല്ല എഴുത്ത്. ഇനിയും അവൾക്ക് എഴുതാൻ സാധിക്കട്ടെ. ഇത്തരം പുസ്തകങ്ങൾ പിറക്കാൻ എല്ലാവിധ ആശംസകളും.